സാർ, ഈ ശരത് പവാറിന് എവിടെ പോയാലും തിരിച്ചടിയാണ്. ഇത് അധികാരം എന്ന് പറയുന്നത് ഈ ചില കോൺഗ്രസ് നേതാക്കളെ പോലെയാണ്. അധികാരം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇതാണ് അദ്ദേഹത്തിന്. ഭയങ്കര ഒരു ആർത്തിയാണ് അധികാരത്തോട്. പണത്തോടൊക്കെ ആർത്തി എന്ന് പറയുന്നത് പോലെയാണ് അധികാരത്തോട് വല്ലാത്തൊരു ആർത്തിയാണ്. ഈ ഇന്ത്യ മുന്നണിയിൽ പോയ ശരത് പവാറിന് നല്ല ഒന്നാന്തര പണി അവിടെ നിന്ന് കിട്ടി. ഇപ്പോ വീണ്ടും ഒരു ചെറിയ പണി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ പുറത്ത്. അതായത് പവറിന്റെ പവറൊന്നും അത്ര ഏശുന്നില്ല എന്നാണ് കേൾക്കുന്നത്. ശരിയാണോ? അങ്ങനല്ല, പണ്ടൊരു കാലത്ത് വെച്ചടി കയറ്റമായിരുന്നു ഇങ്ങർക്ക്. ഒറ്റയടിക്ക് താഴെ അങ്ങ് പോകുന്നു, പാമ്പും കോണിയും കളിക്കുന്ന പോലെ. അതായത് ഇന്ദിരാഗാന്ധിയുടെ അടുത്ത ആളായിരുന്നു. അന്നൊന്നും ഇദ്ദേഹം അറിയപ്പെടില്ല. പക്ഷേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയെ എതിർത്തുകൊണ്ട് തൻ്റെ ഇടമായിട്ട് മറാത്താക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് നിന്ന് ജയിച്ച ആളാണ് ഇദ്ദേഹം. അന്ന് ഇദ്ദേഹം അറിയപ്പെടുന്ന കോൺഗ്രസ് അരസ് വിഭാഗത്തിന്റെ വലിയ അതികായനായ നേതാവായിരുന്നു. മറാത്ത പവർ, മറാത്ത സിംഹം, മറാത്ത വ്യാഘ്രം എന്നുള്ള പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഏറ്റവും അധികം പേഴ്സണാലിറ്റിയുള്ള മുഖ്യമന്ത്രി എന്നൊക്കെയാണ് അന്നത്തെ കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അത്ര ശക്തനായിരുന്നു, കരുത്തനുമായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിലേൽക്കുമെന്ന് കണ്ട സമയത്ത് അദ്ദേഹം ഇത് പറ്റില്ല, ഇന്ത്യക്കാർ തന്നെ പ്രധാനമന്ത്രി ആയാൽ മതി, ഇവരിനെ ഇന്ത്യൻ പൗരത്വമുള്ളവരൊന്നും അല്ലാന്ന് പറഞ്ഞ് പിണങ്ങി. ഇത് അരമന രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന ആളാണല്ലോ. അദ്ദേഹം പിണങ്ങി വേറെ പാർട്ടി രൂപീകരിച്ചു. അതാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി. അങ്ങനെ ഇന്ദിരാഗാന്ധിയോട് ഉടക്കാൻ, സോണിയാഗാന്ധിയോട് കൊടുക്കാൻ തൻ്റെ ഇടം കാണിച്ച ഒരു നേതാവ് തന്നെ അദ്ദേഹം. NCP നല്ല ശക്തമായിട്ട്, PC ചാക്കോ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്. തന്നെയല്ല, അവിടുത്തെ ഈ മുന്തിരി കൃഷി വലിയ നഷ്ടത്തിലായി. അപ്പോൾ അദ്ദേഹം ഒരു പരിപാടി കണ്ടുപിടിച്ചത് എന്താണെന്നറിയാമോ? അവരുടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങുണ്ടാക്കി. അവരുടെ വകയായിട്ടാണ് ഈ ശരത് പറഞ്ഞ് ഈ പെട്ടിക്കകത്ത് വരുന്ന മുന്തിരിപ്പഴങ്ങൾ ഇവിടെ വരും. ആ കോപ്പറേറ്റീവ് അങ്ങനെ മുന്തിരി കൃഷി ലാഭമാക്കി. കരിമ്പ് പഞ്ചസാര വ്യവസായത്തിന്റെ ആശാനാണ് ഇദ്ദേഹം. അവരുടെ നേതാവുമാണ് ഇദ്ദേഹം. അതേസമയം തൊഴിലാളികളുടെ നേതാവാണ്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളുണ്ട്. മറാത്തയിലെ ഉഗ്രനായിട്ടുള്ള നേതാവാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രഭാവം കണ്ട് ഇതിൽ നിന്ന് രാഷ്ട്രീയം പഠിച്ചാണ് ഇദ്ദേഹത്തിന്റെ അനിയന്റെ മകനായിട്ടുള്ള ഈ അജിത് പവാർ രംഗത്തേക്ക് വരുന്നു. അദ്ദേഹം ഇതുപോലെ സാമ്രാജ്യങ്ങൾ അവിടെ തന്നെ വെട്ടിപ്പിടിച്ച ഒരു മഹാനും കൂടാണ്. അപ്പൊ ഇവർ രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞ ഒരു ശക്തിയാണ്. പക്ഷെ അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്കാണ് ബാരാമതിയിൽ ജില്ലാ പരിഷത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുക. അതിന്റെ പ്രചാരണത്തിന് വേണ്ടി പോയ അജിത് പവാർ കുറച്ചൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. ഒരു കുളത്തിലേക്ക് വീഴുകയായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം വലിയ പണക്കാരാണ്. ജെറ്റ് വിമാനമാണത്, സ്വന്തം ജെറ്റ്. ആ ജെറ്റിൽ 4 പൈലറ്റുമാരുണ്ടായിരുന്നു. പക്ഷെ ഇത് ഓടിച്ചിരുന്ന പൈലറ്റിനെ ഈ പണി അറിയാത്ത ആളായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും വെപ്രാളം പിടിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ലാൻഡ് ചെയ്യാൻ നേരത്ത് വെപ്രാളം പിടിച്ചു. അതിന്റെ ഫലമായിട്ട് ഇത് ക്രാഷ് ചെയ്തത്. അങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ എന്തായാലും കൂടെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് നല്ല നിലയിൽ ഒരിക്കൽ പോലും 6 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ച ആളും അദ്ദേഹം. ഒരു തവണ പോലും തോൽക്കപ്പെട്ടു. ജനങ്ങൾക്കിടയിൽ വലിയ കെ കരുണാകരനെ പോലെ തന്നെ ഒരു ജനപ്രിയനായ നേതാവ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. അങ്ങനെയുള്ളൊരു നേതാവാണ് അദ്ദേഹം. ഉപമുഖ്യമന്ത്രിയായി തന്നെ തുടരുകയായിരുന്നു. പിന്നെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP-യുമായിട്ട് പിണങ്ങി 2ആയിട്ടാണ് മത്സരിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചരമച്ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം ഉടൻ തന്നെ സുനേത്ര പവാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ, 62 വയസ്സുണ്ട്, അവര് ഉപമുഖ്യമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിൽ ശരത് പവാറിന് കുറച്ച് ദേഷ്യമുണ്ട്. അതെന്തിന്റെ ദേഷ്യമാണ്? തന്റെ മകൾ സുപ്രിയ സുലയേക്കാൾ കൂടിയ ഉയരത്തിലെത്തി ഇവരെന്നുള്ളതാണോ എന്ന് എനിക്കറിയില്ല. അത് തന്നെ ആയിരിക്കാം. തിരിച്ചടിയായി. കാരണം പ്രത്യേകിച്ച് ഒരു കഴിവുമില്ലാത്ത ഒരാളാണ് ഈ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് കഴിവില്ലാത്ത ആളാണ് സുപ്രിയ സുലെ എന്ന് പറയുന്ന ആൾ. ഇവര് മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിൽ നിന്ന് ജയിച്ചിട്ട് NCP-യുടെ അജിത് പവാറിന്റെ ആണ് ഒറിജിനലായിട്ടുള്ള ചിഹ്നമുള്ള പാർട്ടി. അവരുടെ ലേബലില് പാർലമെന്റിൽ രാജ്യസഭയിലേക്ക് പോയിട്ടുള്ള ആൾ, കുറച്ച് കഴിവുള്ള ആളുമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ ഈ ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന് പറയുന്ന കഴിവുറ്റ മുഖ്യമന്ത്രിയുടെ കീഴിൽ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു യശസ് ഉണ്ടാക്കും. ഈ NCP-യേക്കാൾ വലിയ NCP ആയിട്ട് മാറും. ആ ഒരു പ്രയാസം അലട്ടുന്നുണ്ട് ശരത് പവാറിന്. അപ്പോൾ ബാർഗെയിനിങ് വരുമ്പോൾ തുല്യമായിട്ട് പങ്കിടുക എന്നുള്ളത് സുനേത്ര പവാറിന് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അവർ ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ പാർട്ടികൾ രണ്ടും ഒന്നാവും. ഈ പാർട്ടികൾ രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ എങ്ങോട്ടാ പോവുക? NDA-യിലേക്ക് വന്നേ പറ്റൂ. മറ്റേടത്ത് പോയിട്ട് വല്ല രക്ഷയുണ്ടോ?
അടിക്കടി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ ആരെങ്കിലും ചെന്ന് കയറുമോ യാത്ര ആ കപ്പലിനൊരു കേരളത്തിലുള്ള ഒരു കപ്പലിന് കപ്പിത്താനെങ്കിലും ഉണ്ട്. അവിടെ അതും ഇല്ല. കപ്പിത്താൻ ഇപ്പൊ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. വെള്ളത്തിലേക്ക് ഇപ്പൊ കപ്പിത്താന്റെ കഴുത്തറ്റം വെള്ളത്തിൽ കിടക്കുകയാണെന്ന് പറയുന്നത് കേട്ടു. എന്തിനായാലും കൊള്ളാം. ഇപ്പൊ സംഗതി വളരെ സീരിയസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി എന്തായാലും കടലിലേക്ക് എന്റെ മുക്കാൽ പങ്കും കടലിൽ കിടക്കുന്നുണ്ട്. ബീഹാറിലൊക്കെ പോയി വെള്ളത്തിൽ ചാടിയ ഒരു ആശ അതിന്റെ അകത്തുള്ളത് കൊണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി അതിന്റെ അകത്തുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ നീന്തി ടൈറ്റാനിക്കിന്റെ മുകളിൽ ആ കവിതാക്കളെ നിന്ന പോലെ പുള്ളിക്കാരൻ നിൽക്കുകയാണ്. ഇപ്പൊ ആ പരുവത്തിൽ നിൽക്കുന്നുണ്ട്. നല്ല ഇങ്ങനെ കൈയൊക്കെ വെച്ചുകൊണ്ട് അറബിക്കടലിലേക്ക് ഇപ്പം ഒരു സ്ഥിതിയില്ല മൊത്തത്തിൽ രാഷ്ട്രീയം. അതുകൊണ്ട് ശരത് പവാർ ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനാണ്, തീർച്ചയായിട്ടും കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനുമാണ്. അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയുടെ കൂടെ തന്നെ വരും. ഉടനെ ഉണ്ടാവില്ല, ഒരു 6 മാസത്തിനകം വരും. അതോടുകൂടി NDAയുടെ ഭാവി അവിടെ ഭാസുരമായിട്ട് തീരും. മഹാരാഷ്ട്രയിൽ ഒരു ഭീഷണിയും ഇല്ലാത്ത ഒരു സംഭവമായിട്ട് അവിടെ മാറും. മറ്റേ പുള്ളിക്കാരൻ പിന്നെ വോട്ട് ചോരി എന്ന് പറഞ്ഞ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കും. അങ്ങനെ ഒരു സംഭവത്തിലേക്കാണ് ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും മാർഗവും ഇല്ല. നാണക്കേട് മാറ്റാൻ മാറിക്കൊടുത്താലേ മന്ത്രി ആ ഏരിയയിലെങ്കിലും പോകാൻ പറ്റും. അതെ, താൻ പറയുന്നതിൽ ക്രെഡിബിലിറ്റി എല്ലാം തനിക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണല്ലോ ഒപ്പിട്ട് കൊടുക്കാതെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞപ്പോ. പിന്നെ ഇതിങ്ങനെ വായ്ത്താരി കൊണ്ട് ഈ നാണക്കേടിന്റെ ജാള്യം ഒന്ന് മാറ്റുക. അതിനും പറ്റുന്നില്ല, ആളുകൾ ഇതൊന്നും ചെവിക്കൊള്ളുന്നില്ല എന്ന് പുള്ളിക്ക് തന്നെ മനസ്സിലായത്. ജനങ്ങൾ തള്ളിക്കളഞ്ഞു. എന്തെങ്കിലും എവിടെയെങ്കിലും ചെന്നിരുന്ന് ആക്കിക്കോ, ഞങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ല. കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു പറ്റുമെങ്കിൽ ഭാവം നടച്ചു വെക്കോ, ഇനിയും തോൽക്കാൻ ഞങ്ങളെ കൊണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ കുറച്ചു ദിവസം കൊണ്ട് വലിയ പണ്ട് നേരത്തെ വലിയ വീരവാദം ധൈര്യമുള്ളവർ മാത്രം ഇരുന്നാൽ മതി, പേടിയുള്ളവരൊക്കെ ഡെറ്റ് എക്കോണമി എന്ന് പറഞ്ഞ് നാക്കിലിട്ടതേ ഉള്ളൂ. ഇന്ത്യയുടെ GDP റേറ്റ് കൂടുകയും ചെയ്തു. പിന്നെ ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ട് കരാറും വെച്ചു. ഉള്ള രാജ്യങ്ങളിലൊക്കെ ഈ ഒമാനും UAEയും ഖത്തറും എല്ലാ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ കരാറുണ്ട്. വരാൻ പോകുന്നുള്ളൂ. അറബ് രാജ്യങ്ങളുമായിട്ടുള്ള കരാറ്, കാനഡയുമായിട്ടുള്ള കരാറ് വരാൻ പോകുന്നു. ഇതെല്ലാം കൂടെ കണ്ട് പയ്യൻ ഇവിടെ കാണാൻ നിൽക്കുമോ, നാട് വിട്ട് പോകേണ്ടി വരുമെന്നാകുന്നു. വല്ലാത്ത ഡെഡ് എക്കണോമി എന്നും പറഞ്ഞ് നടക്കുന്ന ആളാ. ഇപ്പൊ പിന്നെ ഒരേ ഒരു പ്രതീക്ഷ കേരളത്തിലോട്ടാണ് നോക്കുന്നത്. പണ്ട് ഇവിടെ പറഞ്ഞ ശശി തരൂരിനെ നോക്കിക്കൊണ്ട് ധൈര്യമില്ലാത്തവനൊക്കെ പോടെ, ഞാൻ മാത്രം മതി, എനിക്ക് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ ശശി തരൂരിന്റെ കാല് പിടിച്ച് നിങ്ങളൊന്ന് സഹായിക്കണേ, തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലത്തിലും പോയിരുന്നു പ്രചാരണം. ഞാൻ പോയി കഴിഞ്ഞാൽ 2.5 മണിക്കൂർ ചർച്ച അതാണ് കാലിലായിരുന്നു. കാരണം ഞാൻ പോയി അവിടെ പ്രചാരണം നടത്തിയ കോൺഗ്രസിനുള്ള സീറ്റും കൂടി ഇല്ലാതെ പോകും. പിണറായി വിജയൻ അധികാരത്തിൽ നിങ്ങളതുകൊണ്ട് പോയെന്ന് ശരിയാക്കാന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ഇനി സംസാരിച്ചോണം എന്നൊരു വാണിംഗ് കൊടുത്ത് ശശി തരൂർ സംസാരിച്ചോളാം, ഇനി ഇങ്ങനൊന്നും പറയുകയല്ലെന്ന് പറഞ്ഞ് സമ്മതിച്ച് അതോടുകൂടി അവിടെ കാര്യങ്ങളെല്ലാം ശരിയായി. കാരണം തന്നെ പ്രിയങ്കയ്ക്ക് വന്ന് മത്സരിക്കേണ്ടതല്ലേ, ആപ്പീസ് കൂട്ടി പോകത്തില്ലേ. അതുകൊണ്ട് അതെല്ലാം കൂടെ സമ്മതിക്കുക. ഇപ്പൊ കോൺഗ്രസിന്റെ നെഹ്റു കുടുംബത്തിന്റെ ഒരേ ഒരു പ്രതീക്ഷ കേരളമാണ്. ആ കേരളത്തിലേക്കാണ് അവരിനി വന്ന് മത്സരിച്ചാൽ ജയിക്കാനൊക്കെ. അവിടെ പോയി, ബാക്കിയെല്ലാം പോയി. പിന്നെ റായ്ബറേലിയും അമേത്തിയും മുഴുവൻ പോയി കഴിഞ്ഞു. ഇപ്പോൾ വയനാടാണ് അവരുടെ ഒരേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ശരത് പവാറും കൂടി ചേരുന്നതോടുകൂടി ശക്തി 10 മടങ്ങ് അവർക്ക് വർദ്ധിക്കും. മറാത്ത വീര്യവും കൂടി BJPയുടെ കഴിവുറ്റ സൽഭരണത്തോടു കൂടി ചേരാൻ പോവുകയാണ്. ഗുഡ് ഗവേണൻസ് എന്നുള്ളതും കൂടെ ചേർന്ന് മഹാരാഷ്ട്രയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും മുഴുവൻ മാറ്റാൻ പോകും. ഭൂമിശാസ്ത്രം മാറത്തില്ല, അതിൻ്റെ വികസനത്തിനൊരു പുതിയ പരിപ്രേക്ഷ്യം തീർച്ചയായിട്ടും ഉണ്ടാവും.